നമസ്കാരം. കിരീടം സിനിമയിൽ കൊച്ചിൻ ഹനീഫയും ജഗതിയും കൂടി കള്ളു കുടിക്കുന്ന ഒരു രംഗമുണ്ട്. പൊങ്ങച്ചം പറയുന്നതിനിടയിൽ ജഗതി പറയും, ഏതവനാണെന്ന് വെച്ചാൽ വരട്ടെ, ഇവിടെ 1 ലോഡ് ശവം വീഴും. എത്ര? 2 ലോഡ് ശവം വീഴും. ഇത് പറഞ്ഞതും ജഗതി വാള് വെച്ചതും ഒരുമിച്ചായിരുന്നു. ഈ ജഗതിയെപ്പോലെ മാത്യു ശാമുവൽ എന്ന യൂട്യൂബർ ക്യാമറയ്ക്ക് മുമ്പിലിരുന്ന് പറയുകയാണ്, പാകിസ്ഥാൻ ഇന്ത്യയുടെ 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടു. ജനങ്ങൾ ഞെട്ടി. എത്ര? 5 അല്ല, 7 വിമാനങ്ങൾ വെടിവെച്ചിട്ടു. ഇത്രയും പറഞ്ഞതേ ഓർമ്മയുള്ളൂ. മാത്യു ശാമുവലും അയാളുടെ വെടിപ്പുരയും അപ്രത്യക്ഷമായി. വണ്ടി ഓടിക്കാൻ അറിയാതെ ITIയിൽ പഠിച്ചതിന് ഗീർവാണം അടിച്ച് കാറ് കൊണ്ട് മറിച്ച തലയണ മന്ത്രത്തിലെ ശ്രീനിവാസനെ പോലെ യാതൊന്നും അറിയാതെ തൻ്റെ മഹത്തായ തെഹൽക്ക വീരഗാഥകൾ പാടി വെടിയടിക്കുന്ന ഒരു യൂട്യൂബറാണ് മാത്യു ശാമുവൽ. ചന്തക്കലികളിലിരിക്കുന്ന നാട്ടിൻപുറത്തുകാരന് വരെ അറിയാം, രാജ്യം ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ രാജ്യത്തിനെതിരെ ഇല്ലാവചനങ്ങൾ പറയരുതെന്ന്. എന്നാൽ ജാലിയൻ കണാരൻ്റെ പട്ടാളം വെടി പോലെ കുത്തിയിരുന്ന് മാത്യു ശാമുവൽ വെടി പൊട്ടിക്കുകയായിരുന്നു. ഇയാൾക്കറിയാത്ത രാജ്യങ്ങളും പട്ടാള ജനറൽമാരുമില്ല. വിശ്വസനീയ കേന്ദ്രങ്ങൾ നേരിട്ട് വിളിച്ച് മാത്യു ശാമുവലിനോട് പറഞ്ഞ ശേഷമേ കേന്ദ്രം പോലും വിവരങ്ങൾ അറിയൂ. 71 ശേഷം ഇന്ത്യക്ക് ഇത്രമാത്രം നാശനഷ്ടങ്ങളുണ്ടായ ഒരു യുദ്ധമില്ലത്രേ. ഇതായിരുന്നു അയാൾ വെച്ച് കാച്ചിയത്. ഇന്ത്യയുടെ 5 യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്നാണ് ആദ്യം പറഞ്ഞത്. 3 റഫാൽ, 1 സുഖോയ്, 1 മിഗ്. എല്ലാം സത്യമായിരിക്കുമെന്ന് കരുതി ജനങ്ങൾ മാമൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇടിച്ചു കയറി. അതോടെ ആവേശം മൂത്ത മാത്യു ശാമുവൽ പിറ്റേന്ന് പറഞ്ഞു, 5 അല്ല 7 വിമാനങ്ങൾ വെടിവെച്ചിട്ടു. തകർന്ന വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ ചവിട്ട് നിന്നുകൊണ്ട് പറയും പോലെയായിരുന്നു ഈ വിവരണങ്ങളെല്ലാം. ദൃക്സാക്ഷികളായ ഗ്രാമീണർ തന്നോട് പറഞ്ഞു എന്നൊക്കെ അദ്ദേഹം വെച്ചു കാച്ചി. തൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. തങ്ങൾ വെടിവെച്ചതൊന്നും ഇന്ത്യൻ വിമാനങ്ങളിൽ കൊണ്ടില്ലെങ്കിലും പാക്കിൻ്റെ പ്രതിരോധ മന്ത്രി ഇതങ്ങ് സമ്മതിച്ചു നൽകി. തെളിവായി അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയിലെ സമൂഹ മാധ്യമ പേജുകൾ ഇക്കാര്യം പറയുന്നുണ്ടല്ലോ എന്നായിരുന്നു. നോക്കണേ, സ്വന്തം യൂട്യൂബ് ചാനലിൽ കയറിയിരുന്ന് ഇന്ത്യൻ വിമാനങ്ങൾ തുരുതുരെ വെടിവെച്ചിടുകയായിരുന്നു ഇയാൾ. ആര് വെടിവെച്ചിട്ടാലും ഉടൻ അവരിക്കാര്യം അറിയിക്കുന്നത് മാത്യുവിനെയാണ്. എൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത് എന്ന മട്ടിലാണ് മണ്ടൻ മത്തായിയുടെ വീരവാദങ്ങൾ. വെടിയടിക്കുന്നതിനൊരു പരിധിയില്ലേ എന്ന് ചോദിച്ചാൽ, രാജ്യങ്ങൾ തമ്മിൽ വെടിയിലേർപ്പെടുമ്പോൾ വലിയ വെടിയും ചെറിയ വെടിയും അടിച്ചാലേ വ്യൂവേഴ്സ് കൂടൂ. ഞാൻ നല്ല ഒന്നാന്തരം വാർത്തകൾ നിങ്ങൾക്ക് തരാം, നിങ്ങളെനിക്ക് ചെറിയ ചെറിയ സംഭാവനകൾ നൽകൂ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചായൻ പിരിവും തുടങ്ങിയിരുന്നു. 2-3 ദിവസം മുമ്പ് ഷാജൻ സ്കറിയ അറസ്റ്റിലായപ്പോൾ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഇയാൾ പറയാത്ത വെടികളില്ല. ഷാജൻ സ്കറിയയെ മാന്താൻ ആരിറങ്ങിയാലും അവൻ്റെ കട്ടയും പടവും അധികം വൈകാതെ മടങ്ങും എന്നത് അദ്ദേഹത്തിന് കിട്ടിയ മറ്റൊരു വരമാണ്. അച്ചായൻ്റെ കാശുതണ്ടൽ പണ്ടത്തെ സൈക്കിളജ്ഞക്കാരൻ്റെ വാചകം പോലെയായിരുന്നു. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. ഇങ്ങനെ പോയാൽ ഇയാൾ വീട്ടിലിരുന്ന് പാകിസ്ഥാനെ യുദ്ധം ജയിപ്പിക്കുമെന്ന് വന്നതോടെ തെഹൽക്ക കണാരൻ്റെ ചാനൽ കേന്ദ്ര സർക്കാർ അങ്ങ് പൂട്ടിച്ചു. ഇന്ത്യയിൽ നിന്നും കറാച്ചിയിലേക്ക് പോയ ഏതോ മിസൈലിൽ കയറി മാത്യു ശാമുവൽ അപ്രത്യക്ഷനായിരിക്കുകയാണ്. ചോറിവിടെയും കൂറവിടെയും എന്ന മട്ടിൽ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന കുറേ കള്ളന്മാരുണ്ട്. അവന്മാരെ തിരിച്ചറിയാനും കൂടി പറ്റിയ സമയമാണിത്. അന്ധരായ ധൃതരാഷ്ട്രർക്ക് യുദ്ധം വർണ്ണിച്ചു കൊടുക്കുന്ന സഞ്ജയനെ പോലെ ഒന്നുമറിയാത്ത നമുക്കിനി ആര് യുദ്ധങ്ങൾ വിവരിച്ചു തരും? ഓപ്പറേഷൻ സിന്ദൂരിൽ തകർന്ന കേരളത്തിലെ ഏക യൂട്യൂബ് ചാനൽ എന്ന പരിവേഷവുമായി അച്ചായൻ വീണ്ടും എന്നെങ്കിലും വരുമായിരിക്കും. നന്ദി.